ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അപ്പൊ കിച്ചുവിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. നിരന്തരമായി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമന്റുകളാണ്, എന്റെ വീഡിയോയുടെ അടിയിൽ ഇടുന്ന കമന്റുകൾ ഇതാണ്. ബിഗ് ബോസ് ഓഡിഷന് വേണ്ടി അങ്ങനെ ഞാൻ എറണാകുളത്ത് എത്തി കേട്ടോ. ഈ ഒരു കോലത്തിൽ ചെല്ലാനാണ് അവരെന്നോട് പറഞ്ഞത്. ഒരു മാസ്കും ഈ ഒരു കോലത്തിൽ ചെല്ലാനായിരുന്നു പറഞ്ഞത്. കോലം ചെറുതായിട്ട് മാറ്റി പിടിച്ചായിരുന്നെങ്കിൽ അവർ എടുക്കത്തില്ലായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ചെറിയ മാസ്കിനൊക്കെ കളറൊക്കെ മാറ്റായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ എത്രടാ, 8, 9 ആയിക്കോട്ടെ, ഇനി വരുമ്പോൾ നമുക്കറിയാം. അപ്പം അതിനെക്കാട്ടിലും മുന്നേ എന്തോ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന സാധനം. അങ്ങനെ 2026 ബിഗ് ബോസ് മാമാങ്കത്തിന് തുറക്കം. എല്ലാ സമയവും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനം 3 മാസമായിരുന്നുണ്ടെങ്കിൽ ഇത്തവണ നമുക്കത് 4 മാസമായിട്ട് കാണാം. ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവർക്കും ബിഗ് ബോസിന് ഇഷ്ടമുള്ളവർക്കും ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു 4 മാസം ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും. ഈ ബിഗ് ബോസിനെ ഇഷ്ടമല്ലാത്തവർക്ക്, അതിലൊരു ക്വാളിറ്റി കാണാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് ബിഗ് ബോസ് ഒന്ന് ഈ കേൾക്കുമ്പോഴത്തേന് പറയും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോ എന്നും പറയും. അതായത് ഇഷ്ടപ്പെട്ടോളം ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെടത്തില്ലെന്നുണ്ടെങ്കിൽ അങ്ങ് ഏറ്റവും അറ്റത്ത് കൊണ്ടങ്ങ് ഇടുമായിരിക്കും. അതാണ് ഈ ഒരു ഷോയുടെ പ്രത്യേകത. അല്ലാതെ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഓഡിയൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് ഇഷ്ടമാണ് എന്നാ ഇഷ്ടമല്ല, അങ്ങനത്തെ രീതിയിൽ ആരുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒട്ടുമില്ല. അത് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആരായിരിക്കും? ഇത്തവണ കോൺട്രവേഴ്സിയിൽ നിറഞ്ഞു നിൽക്കുന്ന മെയിൻ ഹൈലൈറ്റ് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു രാഹുൽ. അവൻ തന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ്. കഴിഞ്ഞ സീസണിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നൊരു വ്യക്തി, അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം കൺഫർമേഷൻ കിട്ടിയ വ്യക്തി ആരായിരുന്നു? ഇതേ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ആയിരുന്നല്ലോ. അതവിടെ വന്നതിന് ശേഷമുള്ള മാമാങ്കം എന്തൊക്കെയായിരുന്നെന്നും 33 ദിവസം അവിടെ സർവൈവ് ചെയ്ത് എങ്ങനെയാണെന്നും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പുറത്ത് വന്നോട്ട് കുറച്ചധികം കാലയളവിൽ രേണു സുധി കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഈ അവസ്ഥയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ഞാൻ ഒറ്റ വാക്കി പറയട്ടെ, കർമ്മ കറങ്ങി അടിച്ചതാ സത്യം. അന്ന് അവിടെ കണ്ടുകൊണ്ടിരുന്നു ചിരിച്ചിരുന്നു എങ്കിൽ ഇന്ന് വീട്ടിലിരുന്ന് കണ്ടുകൊണ്ട് കരയാം. കിച്ചു കയറുക, ബിഗ് ബോസിലേക്ക് കയറുക. ഇപ്പൊ എന്തോ ചെയ്യും എനിക്കറിയത്തില്ല. അവൻ കയറി കഴിഞ്ഞാൽ എന്തായാലും സപ്പോർട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം രേണു സുധി ബിഗ് ബോസിൽ കയറിയപ്പോൾ കിട്ടിയ ഒരു സപ്പോർട്ട് വേറെ ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ആദ്യമേ. പിന്നെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതാക്കിയത് ആരാന്ന് ചോദിച്ചാൽ രേണു സുധി മാത്രമാണ്. സ്വന്തമായിട്ടിരുന്ന് തലയിൽ പിരിഞ്ഞുകൊണ്ട് പേനുകളെ എടുത്തിട്ട് കട്ടിലിൻ്റെ ഇടയിലും അതിൻ്റെ ഇടയിലും ഒക്കെ കയറ്റി വിടാനും പല രീതിയിലുള്ള വൾഗറായിട്ടുള്ള സംസാരങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് 24 മണിക്കൂറും കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കാര്യത്തെ എടുത്ത് കോൺട്രവേഴ്സിയിൽ നിറച്ചിടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കാര്യവും ഇല്ലാതെ വിധവകളുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ ശ്രമിച്ചൊരു കാര്യവും ഇതെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് കുഞ്ഞെ. അത് നെഗറ്റീവ് അടിച്ചു. അങ്ങനെയാണ് ഒട്ടും നിക്കക്കള്ളിയില്ലാതെ അവിടെ നിന്ന് തിരിച്ചിറങ്ങേണ്ടി വന്നത്. പിന്നെ സുവിശം പോയ പോലെ ദിവസം ആദ്യം തന്നെ വന്നിട്ട് എവിക്ഷന് വരുന്നുണ്ട്, എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സാധനം വീഡിയോ ക്ലിപ്പ് ആദ്യമേ എടുത്തിട്ടിട്ട് പോയി. ലാലേട്ടൻ കയ്യോടെ തൂക്കി പൊക്കി എടുത്തങ്ങ് കയ്യിൽ വെച്ചു കൊടുത്തോടെ അതങ്ങ് പോയി. ഇപ്പോൾ ഒരു രോഗാവസ്ഥ തരണം ചെയ്ത് ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വരട്ടെ, നല്ല കാര്യം. ഇപ്പോൾ 3ാമത്തെ കീമോയും കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നുമല്ല, എവിടെയും കാണുന്നില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അവിടെ എവിടെയും ഏതെങ്കിലും പുട്ടും പൊടിയും വല്ല സിനിമയുടെ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ അവിടെയും ചെന്നിരുന്ന് അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ച് അതൊരു തമ്പനയിൽ എടുത്ത് വെച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ ആ സാധനം അവിടെ വിടുക. ആ സാധനം അവിടെ കഴിഞ്ഞിരിക്കുന്നു. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇപ്പം കിച്ചു, ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് കിച്ചുവിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കിച്ചു ബിഗ് ബോസിലുണ്ട്. കിച്ചു അല്ലാതെ ഇപ്പൊ കോൺട്രവേഴ്സിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫേസ് വാല്യൂ ഉള്ള 4 പേരിരുന്ന് കാണാനായിട്ട്, അതായത് ഈ ഓഡിയൻസ് ഉണ്ടല്ലോ, ഈ പർട്ടിക്കുലർ ഓഡിയൻസ് സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലുള്ള കോൺട്രവേഴ്സീസ്, കുൽസിത കോൺട്രവേഴ്സീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ് ആയിട്ട് കാണുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്ക് ഫേസ് ഫെമിലിയാരിറ്റി ഉള്ള ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് കിച്ചുവാ. അതെന്തായാലും ഈ രേണു വഴി കിച്ചുവിന് നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് രേണു വഴി മാത്രമല്ല, അല്ലാതെ കിച്ചു ചെയ്തിട്ടുള്ള കാര്യങ്ങളോ കിച്ചു ഇപ്പൊ സ്വന്തമായിട്ടൊരു മറ്റേ ബ്രാൻഡ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടോ കിച്ചുവിന്റെ വ്ളോഗ് കണ്ടിട്ടോ ഒന്നുമല്ല. രേണുവിന്റെ നെഗറ്റിവിറ്റികൾ എന്തൊക്കെയാണോ അത് തൊട്ടിപ്പുറത്ത് ഈ ഒരു വ്യക്തിക്ക് പോസിറ്റീവായിട്ട് വന്നു ഭവിച്ചു. അങ്ങനെ പറയാൻ പറ്റും, വന്നു ഭവിച്ചു. അത് അവന് നല്ല രീതിയിൽ എടുക്കാം. കിച്ചു വന്ന് ബിഗ് ബോസിലേക്ക് കയറിയതിന് ശേഷം അവന് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് അവനൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിച്ച് നല്ലൊരു ഗെയിമർ ആവാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുവിശം പോലെ കിച്ചുവിന് തിരിഞ്ഞു നോക്കേണ്ട യാതൊരുവിധ കാര്യവും വരത്തില്ല. കാരണം കിച്ചു ബിഗ് ബോസിൽ ഈ സമയം ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ ഏറ്റുമുട്ടാൻ പോകുന്ന എതിരാളികൾ ചെറിയ ആൾക്കാരൊന്നും അല്ല. രാഹുൽ ഈശ്വർ കാണില്ല അല്ലേ? മെയിൻ എതിരാളികളെ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. യൂട്യൂബ് റിയാക്ഷൻ വീഡിയോയിൽ നിന്നും ഒരാൾ കാണും.
കാണും. അത് അത്യാവശ്യം സംസാരിക്കാനും അറിയാവുന്ന ഒരാളാണ്. അയാൾ സംസാരിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം. അങ്ങനെ വിശ്വാസങ്ങൾ തെറ്റിപ്പോയതും നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് എനിക്ക് അതിലേക്ക് വലുതായിട്ട് എടുക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഈ പോയ കാര്യം ഡെഫിനറ്റായിട്ട് കിച്ചുവിനോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ രേണു സുധി ബിഗ് ബോസിൽ നിന്ന് വന്നതിനെക്കാട്ടിലും വലിയൊരു ഹൈപ്പോട് ഒരുത്തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ കണ്ടിരിക്കും.